വിജയിയുടെ വിജയം. ജോസഫ് സി വിജയ് വെറും 2 വർഷം മാത്രം പ്രായമുള്ള തന്റെ പാർട്ടിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്ത സാഹചര്യം എല്ലാവരെയും ആകർഷിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് നടൻ ധനുഷും. ധനുഷിന്റെ ഇന്നത്തെ ഒരു പ്രസംഗമാണ് വിജയുടെ വഴിയിലാണോ ധനുഷ് എന്ന ചോദ്യം ആരാധകരെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. ആരാധകരോട് പൊതുപ്രവർത്തനത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രസംഗമാണ് ഇന്ന് ധനുഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതാണ് വൈറലാകുന്നത്. ആരാധകർ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ധനുഷ്. സിനിമാ ആഘോഷങ്ങൾക്കപ്പുറം ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമാകാനാണ് ധനുഷ് ആരാധകരോട് ആഹ്വാനം ചെയ്തത്. ഇതാണ് ഇത്തരം സംശയങ്ങൾക്ക് ഇട നൽകുന്നത്. സിനിമാ ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ആരാധക കൂട്ടായ്മയുടെ ശക്തി പൊതുസേവന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കണമെന്നാണ് ഇന്ന് ധനുഷ് ആഹ്വാനം ചെയ്തത്. നടനും സംവിധായകനുമായ ധനുഷ് ഇന്ന് അവരുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം തന്നെ ആരാധിക്കുന്നവരോടായി പറഞ്ഞത്. ഇതോടെ താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ വീണ്ടും സജീവമായി. ആരാധകർ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടാണ് ധനുഷ് സാമൂഹിക സേവനത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയത്. ചടങ്ങിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ വ്യാപകമായി പ്രചരിച്ചു. അടുത്തിടെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ച നടൻ വിജയുടെ പാത ധനുഷും പിന്തുടരുമോ എന്ന ചർച്ചകളും ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു. ആരാധകരോട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത ധനുഷ് രാഷ്ട്രീയ പ്രവേശനത്തിന്റെ സൂചന നൽകുകയാണ് എന്നതാണ് ആരാധകർ കരുതുന്നത്. കൂട്ടായ്മയുടെ ശക്തി സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ ഊന്നിയായിരുന്നു ധനുഷ് ഇന്ന് സംസാരിച്ചത്. ധനുഷിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. അപ്പോൾ ധനുഷ് പറഞ്ഞത്, ഇത്രയധികം ആളുകൾ ഒരിടത്ത് ഒത്തുചേർന്നിരിക്കുന്നു. ഇത്തരമൊരു ഐക്യത്തിന് വലിയ ശക്തിയുണ്ട്. ആ ശക്തിക്ക് നാം കൃത്യമായ ഒരു ലക്ഷ്യം നൽകണം എന്നതാണ് ധനുഷ് പറഞ്ഞത്. ഓഡിയോ ലോഞ്ചുകളിലും ആരാധക കൂടിക്കാഴ്ചകളിലും മാത്രം ഒതുങ്ങാതെ കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നതാണ് ധനുഷ് ചൂണ്ടിക്കാട്ടിയത്. അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യുക. അത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നിങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ അഭിമാനം തോന്നും. നിങ്ങളത് ചെയ്യുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നും ധനുഷ് കൂട്ടിച്ചേർക്കുകയായിരുന്നു. ധനുഷിന്റെ ഈ പരാമർശങ്ങളാണ് രാഷ്ട്രീയ പ്രവേശന സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ജീവൻ പകർന്നത്. നേരത്തെ തന്നെ ധനുഷിന്റെ സാമൂഹിക ഇടപെടലുകളും ആരാധക സംഘടനകളുടെ പ്രവർത്തനങ്ങളുമൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ നേടിയിരുന്നതാണ്. ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവേശനത്തിന് ധനുഷ് തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനകളായാണ് ഇതൊക്കെ വിലയിരുത്തിയിരുന്നത്. ധനുഷിന്റെ രാഷ്ട്രീയ പ്രവേശനം ആരാധകർ വലിയ ചർച്ച തന്നെ ആക്കിയിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഇല്ല എന്നത് ഒരു സാഹചര്യമാണ്. ഈ ചർച്ചകൾ തുടരുമ്പോഴും ധനുഷ് നിശബ്ദനായിരിക്കുകയാണ്. ആരാധകർ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ ധനുഷ് നടത്തിയ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെയാണ് ധനുഷും സമാനമായ നീക്കത്തിന് ഒരുങ്ങുന്നോ എന്ന തരത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ധനുഷിന്റെ പ്രസംഗത്തിലെ സമീപനവും ശരീരഭാഷയും രാഷ്ട്രീയ രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ നീക്കത്തിന്റെ സൂചനകളാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആരാധകർ. വിജയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഉള്ള കമ്പാരിസൺ നടക്കുന്നുണ്ട്. ധനുഷ് രാഷ്ട്രീയ രംഗത്തേക്ക് വരുമെന്ന പ്രതീക്ഷ ആരാധകർ പങ്കുവയ്ക്കുകയാണ്. എന്നാൽ ഇത് സംബന്ധിച്ചൊന്നും യാതൊരു ഔദ്യോഗിക പ്രതികരണവും ധനുഷ് ഇതുവരെ നടത്തിയിട്ടില്ല, നിഷേധിച്ചിട്ടില്ല എന്നതും ആരാധകരുടെ ഈ ചർച്ചകൾക്ക് വലിയ മരുന്നാകുന്നുണ്ട്. സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകണമെന്നുള്ള ആഹ്വാനം നിലവിൽ രാഷ്ട്രീയ ചർച്ചയിലേക്ക് അദ്ദേഹം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് അദ്ദേഹം നടക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് അദ്ദേഹം ആകർഷിക്കപ്പെടുന്നു എന്നതിൻ്റെ സൂചനയായി തന്നെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എന്തായാലും ജോസഫ് സി വിജയുടെ 2 വർഷം മാത്രം പ്രായമുള്ള TVK നടത്തിയിട്ടുള്ള അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മറ്റ് സിനിമാ താരങ്ങൾക്കും അല്ലെങ്കിൽ നടന്മാർക്കുമൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് വലിയ ഒരു ഊർജമായി മാറിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ വാക്കുകളിലൂടെ ധനുഷും പ്രകടിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും തമിഴ് രാഷ്ട്രീയം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വേദിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അണ്ണാമലൈ വിജയുടെ പാത പിന്തുടർന്ന് അതേ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്.
വിജയുടെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ സമാനമായ നിലയിൽ ഒരു ജനങ്ങളെ യുവാക്കളെയൊക്കെ സംഘടിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഒരു ഭാഗത്ത് അണ്ണാമലൈ തീർക്കുന്നത്. അങ്ങനെ വിസ്മയമുണ്ടാക്കാൻ അണ്ണാമലൈ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് പുതിയ പാർട്ടി രൂപീകരിക്കാനാണോ ധനുഷും നീക്കം നടത്തുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നത്. എന്തായാലും വിജയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടരുന്ന ഒരുപാട് പേരെ വരും വർഷങ്ങളിൽ മുന്നിൽ കാണേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് നോക്കുന്നത്. എന്തായാലും ഇപ്പോൾ ധനുഷും അത്തരമൊരു സൂചന നൽകിയിരിക്കുന്നു. എന്തായാലും ഇതുവരെ ഔദ്യോഗികമായി ഒരു തിരുത്തും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.